ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആവേശകരമായി മാറിയത് ക്രിക്കറ്റ് കൊണ്ട് മാത്രമല്ല, താരങ്ങൾ തമ്മിലുള്ള വാക്പോരുകൾ കൊണ്ടുകൂടിയാണ്. അഗ്രഷന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലെന്ന് ഇന്ത്യൻ താരങ്ങൾ ഇംഗ്ലണ്ടിൽ തെളിയിച്ചു. ശുഭ്മാൻ ഗില്ലും സിറാജും ആകാശ് ദീപുമെല്ലാം ഇംഗ്ലണ്ട് താരങ്ങളെ വാക്കുകൾ കൊണ്ട് വിറപ്പിച്ചു. ഇതിനിടയിൽ പരിശീലകൻ ഗൗതം ഗംഭീർ ഓവലിലെ ഗ്രൗണ്ട് സ്റ്റാഫുമായി കൊമ്പ് കോർക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇന്ത്യൻ ആരാധകർ ആഘോഷിച്ച നിമിഷമായിരുന്നു 5ാം ടെസ്റ്റിൽ ബെൻ ഡക്കറ്റിന് ഇന്ത്യൻ പേസർ ആകാശ് ദീപ് നൽകിയ യാത്രയയപ്പ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്ലെഡ്ജിംഗ് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളാണ് ഇത് കൂടുതലായും ചെയ്തിരുന്നത്. സ്ലെഡ്ജിംഗിലൂടെയും അതിനുള്ള മറുപടികളിലൂടെയും ടെസ്റ്റ് മത്സരവേദികൾ ആവേശകരമായി മാറുന്നത് നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ ആകാശ് ദീപിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇപ്പോഴിതാ ബെൻ ഡക്കറ്റിനെതിരെ ഇത്തരമൊരു ആഘോഷ പ്രകടനം നടത്തിയതിന്റെയും യാത്രയപ്പ് നൽകിയതിന്റെയും പിന്നിലുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആകാശ് ദീപ്. ഡക്കറ്റ് തന്നെ പ്രകോപിപ്പിച്ചെന്നും തനിക്ക് അവനെ ഔട്ടാക്കാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചുവെന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ആകാശ് ദീപ് പറഞ്ഞു. ഓവലിൽ നടന്ന 5ാം ടെസ്റ്റിന്റെ 4ാം ദിവസമാണ് ഈ സംഭവം നടന്നത്. ഡക്കറ്റിന്റെ വിക്കറ്റ് വീഴ്ത്തിയതിനു ശേഷം ആകാശ് ദീപ് ഇംഗ്ലീഷ് താരത്തെ ചേർത്ത് പിടിച്ച് എന്തോ പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നത്. സംഭവം വിവാദമായി മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ആകാശ് ദീപ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. നിങ്ങൾക്ക് പിഴച്ചു, നിങ്ങളുടെ വിക്കറ്റ് ഞാൻ വീഴ്ത്തി, എല്ലാ സമയത്തും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, ഇത്തവണ ഞാൻ വിജയിച്ചു, ഇതാണ് ഡക്കറ്റിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞതെന്ന് ആകാശ് ദീപ് വെളിപ്പെടുത്തി. ഇടകയ്യൻ ബാറ്റർമാരെ പുറത്താക്കാൻ താൻ എപ്പോഴും ശ്രമിക്കാറുണ്ടെന്നും ആകാശ് ദീപ് കൂട്ടിച്ചേർത്തു. മത്സരത്തിനിടെ ഡക്കറ്റ് പരമ്പരാഗതമല്ലാത്ത ഷോട്ടുകൾ കളിച്ച് തന്റെ ലൈനും ലെങ്തും നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. ഈ സമയത്ത് തന്നെ പുറത്താക്കാൻ കഴിയില്ലെന്ന് ഡക്കറ്റ് വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ വാക്കുകളാണ് തന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചതെന്നും ആകാശ് ദീപ് പറഞ്ഞു. ഡക്കറ്റിന്റെ തന്ത്രങ്ങൾ ആദ്യം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് സമ്മതിച്ച താരം ടീമിന് ഒരു വിക്കറ്റ് ആവശ്യമായിരുന്ന നിർണായക ഘട്ടത്തിലായിരുന്നു ആ വിക്കറ്റ് നേടിയതെന്നും വ്യക്തമാക്കി. ആകാശ് ദീപും ഡക്കറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരമ്പരയിൽ ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല എന്നത് നമുക്കറിയാം. ലോർഡ്സ് ടെസ്റ്റ് മുതൽ ഇരു ടീമുകളും തമ്മിൽ തർക്കസമാനമായ സാഹചര്യങ്ങൾ തുടങ്ങിയിരുന്നു. ശുഭ്മാൻ ഗില്ലും സാക് റൗളിയും തമ്മിലുള്ള വാക്പോരും 5ാം ടെസ്റ്റിന് മുമ്പ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഗ്രൗണ്ട് സ്റ്റാഫും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുമെല്ലാം പരമ്പരയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരുന്നു. വാശിയേറിയ ടെസ്റ്റ് പരമ്പരയായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാം വിരമിച്ച സാഹചര്യത്തിൽ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം നടത്തി. ഈ പരമ്പരയോടെ ഇന്ത്യൻ നായകൻ എന്ന സ്ഥാനം ഗില്ല് ഉറപ്പിച്ചിരിക്കുകയാണ്. ആരാധകരും ഈ ടീമിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളുടെ ജേഴ്സിയും ക്യാപ്പുമെല്ലാം പൊന്നും വില കൊടുത്താണ് കഴിഞ്ഞ ദിവസം ആരാധകർ സ്വന്തമാക്കിയത്. ശുഭ്മാൻ ഗിൽ സൈൻ ചെയ്ത അദ്ദേഹത്തിന്റെ ജേഴ്സി ഒരു ആരാധകൻ സ്വന്തമാക്കിയത് 5.41 ലക്ഷം രൂപക്കാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ക്യാപ്പ് ലക്ഷങ്ങൾ നൽകി സ്വന്തമാക്കാനും ആരാധകരുടെ വൻ തിരക്കാണ് ഉണ്ടായിരുന്നത്. റെഡ് ഫോർ റൂത്ത് ചാരിറ്റിക്ക് സമർപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ വിലയിൽ വിറ്റഴിക്കപ്പെട്ട ഇനമായി ഗില്ലിന്റെ ജേഴ്സി മാറി. ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും ഒപ്പിട്ട ജേഴ്സികൾ ഓരോന്നിനും 4.94 ലക്ഷം രൂപ നൽകിയാണ് ആരാധകർ ലേലത്തിൽ സ്വന്തമാക്കിയത്. KL രാഹുൽ ഒപ്പിട്ട ജേഴ്സി 4.7 ലക്ഷം രൂപക്കും വിറ്റുപോയി. ക്യാപ്പുകളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഋഷഭ് പന്ത് ഒപ്പിട്ട ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ തുകക്ക് ആരാധകർ സ്വന്തമാക്കിയത്. 1.76 ലക്ഷം രൂപക്കാണ് ലേലത്തിൽ ആരാധകൻ പന്തിന്റെ ക്യാപ്പ് സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് താരങ്ങൾ ഒപ്പിട്ട ജേഴ്സികളും ക്യാപ്പുകളും വൻ വിലക്കാണ് ലേലത്തിലൂടെ വിൽപ്പന നടത്തിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.